ഹലോ ഹലോ ചേട്ടാ. ഇന്നലെ ഞങ്ങളൊന്ന് ചാറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ ചെക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. പ്രഗ്നന്റ് ലേഡീസ് ചാറ്റ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞു കേട്ടു. ഇനി പ്രശ്നം വരും ചേട്ടാ. പ്രഗ്നന്റ് ലേഡീസ് ചാറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ പറയുന്നതിന്റെ മെയിൻ കാരണം, ഒന്നാമത്തെ കാരണം നമ്മുടെ പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ശാരീരിക അവസ്ഥകളൊക്കെ മാറ്റം വരും. അതുവരെ ഉള്ള ഒരു രീതികളായിരിക്കില്ല നമ്മുടെ ശരീരം പിന്നീട് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ പെയിനുകളോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പാനിക് അറ്റാക്കുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ പ്രഗ്നൻസിയെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ റീസൺ, ചിലർക്ക് BP ഡൗൺ ആയി അല്ലെങ്കിൽ BP ഡിഫറൻസ് ഉണ്ടായിട്ട് ബോധം കെട്ട് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ അഥവാ അതൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ അത് ഡീൽ ചെയ്യാൻ പറ്റില്ല. കാരണം സാധാരണ ഒരു വ്യക്തിയാണ് ബോധം കെട്ട് വീഴുന്നത്, അയാളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഈസി ആയിട്ട് ഡീൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ പ്രഗ്നന്റ് ലേഡി ആകുമ്പോഴത്തേക്ക് അയാളുടെ സാഹചര്യങ്ങളും അയാളുടെ സ്റ്റുഡിയോ കണ്ടീഷൻസും നിങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. മൂന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ ഹൈജീൻ ആണ്. നമ്മൾ